എല്ലാ കൊച്ചു കൂട്ടുകാർക്കും എജു ഇൻസൈറ്റിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ 5ാമത്തെ പാഠഭാഗമായിട്ടുള്ള പ്രാചീന തമിഴകം എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഈ പാഠഭാഗത്തിലെ ഏതാനും ചില ഭാഗങ്ങൾ മാത്രമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് എന്താണ് പ്രാചീന തമിഴകം എന്ന് നോക്കാം. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി മുതൽ കന്യാകുമാരി വരെയുള്ള കേരളവും കർണാടകയും ആന്ധ്രാപ്രദേശിലെ തെക്കൻ ഭാഗങ്ങളും തമിഴ്നാടും ഉൾപ്പെടുന്ന പ്രദേശത്തെയാണ് പ്രാചീന കാലത്ത് തമിഴകം എന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ ഇതുപോലെ തന്നെ നോട്ട് ചെയ്ത് പഠിക്കണം. നമുക്ക് ഇതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താനോ അല്ലെങ്കിൽ കുറയ്ക്കാനോ ഇല്ല. ഈ ഒരു ഭാഗം ഇതുപോലെ തന്നെ നോട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് പ്രാചീന തമിഴകത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. പ്രധാനമായിട്ടും പ്രാചീന തമിഴകത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത് മഹാശിലാ സ്മാരകങ്ങളിൽ നിന്നും പഴന്തമിഴ് പാട്ടുകളിൽ നിന്നുമാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കാലഘട്ടത്തെക്കുറിച്ച് എങ്ങനെയാണ് വിവരങ്ങൾ ലഭിക്കുന്നത്? ഒന്നുകിൽ വാമൊഴിയായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പഴന്തമിഴ് പാട്ട് പോലുള്ള രചനകളിൽ നിന്ന്, ആദ്യകാല രചനകളിൽ നിന്നോ അല്ലെങ്കിൽ മഹാശിലാ സ്മാരകങ്ങൾ പോലുള്ള ചരിത്ര അവശേഷിപ്പുകളിൽ നിന്നോ ആയിരിക്കാം. ഇത്തരത്തിലായിരിക്കാം കഴിഞ്ഞ കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിക്കാനുള്ള പ്രധാന മാർഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മഹാശിലാ സ്മാരകങ്ങൾ എന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. മഹാശിലാ സ്മാരകങ്ങൾ, ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം സ്മാരകങ്ങൾ എന്നാൽ എന്താണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും സ്മാരകങ്ങൾ. മരണപ്പെട്ട ആൾക്കാരുടെ ശവശരീരം മറവ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ഭംഗിയായിട്ട് കല്ലറകൾ അല്ലെങ്കിൽ കൊത്തുപണികൾ, അവരുടെ രൂപങ്ങൾ അതുപോലെ നമ്മൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതായിട്ട് കാണാം. ഇതാണ് സ്മാരകങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അർത്ഥമാക്കുന്നത് ഇത്തരത്തിലുള്ള നിർമ്മിതികൾ. അപ്പോൾ ശിലാസ്മാരകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? കല്ലുകൊണ്ടുള്ള സ്മാരകങ്ങൾ, കല്ലുകൊണ്ട് നിർമ്മിച്ച സ്മാരകങ്ങൾ. പ്രാചീന തമിഴകത്ത് ഇതുപോലുള്ള ശിലാസ്മാരകങ്ങളാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തെ മഹാശിലാ കാലഘട്ടം എന്നും വിളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള മഹാശിലാ സ്മാരകങ്ങൾ നോക്കാം. ആദ്യമായിട്ട് നന്നങ്ങാടികൾ. അപ്പോൾ നിങ്ങൾ ഈ ചിത്രത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, നന്നങ്ങാടി എന്നാൽ എന്താ? മരിച്ചയാളുടെ ഭൗതികാവശിഷ്ടങ്ങൾ, ശരീരഭാഗങ്ങൾ വലിയൊരു കലത്തിനകത്താക്കിയിട്ട് എന്താ അടക്കം ചെയ്യുന്ന രീതിയാണ് എന്ത്? നന്നങ്ങാടി. ഈ ഒരു കുടത്തിനെ അല്ലെങ്കിൽ ഈ ഒരു കലത്തിനെ പറയുന്ന പേരാണെന്ത്? നന്നങ്ങാടി എന്ന്. മരിച്ചയാളുടെ ഭൗതികാവശിഷ്ടങ്ങൾ വലിയ കലത്തിനകത്താക്കി അടക്കം ചെയ്യുന്ന രീതി പ്രാചീന തമിഴകത്ത് ഉണ്ടായിരുന്നു. ഇത്തരം കലങ്ങളെ നന്നങ്ങാടികൾ എന്ന് വിളിക്കുന്നു. അടുത്തത് നോക്കൂ, നന്നങ്ങാടികൾ. ഇത്തരം നന്നങ്ങാടികൾ നമ്മൾ മറവ് ചെയ്ത് അതിൻ്റെ മുകൾ ഭാഗത്ത് കൽവളയം പോലുള്ള സ്മാരകങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. എന്താണ് കൽവളയം? ചെത്തിമിനുക്കിയ ചെങ്കൽപ്പാളികളും ഉരുളൻ കല്ലുകൾ കൊണ്ടും നിർമ്മിക്കുന്നു. ഇവ നന്നങ്ങാടികൾ അടങ്ങിയ കുഴിയുടെ മുകൾ ഭാഗത്തായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇത്തരം സ്മാരകങ്ങളെയാണ് കൽവളയങ്ങൾ എന്ന് വിളിക്കുന്നത്. അടുത്തത് കന്മേശ. ചിത്രത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇത് ഒറ്ററയുള്ളൊരു കല്ലറയാണ്. ഡോൾമെനുകൾ എന്നും ഇതിനെ വിളിക്കുന്നുണ്ട്. 2 കല്ലുകൾ ലംബമായി വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു കൽപ്പാളി, പരന്ന തരത്തിലുള്ളൊരു കൽപ്പാളി വെച്ചിരിക്കുന്നു. ഇതാണ് എന്ത്? കന്മേശ എന്ന് പറയുന്നത്. ചിത്രത്തിൽ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമാകും, ഇതിൻ്റെ നടുഭാഗത്ത്, ഇതിൻ്റെ മധ്യഭാഗത്തായിട്ട് എന്ത്? ഒരു ദ്വാരമുണ്ട്. ഈ ദ്വാരത്തിൻ്റെ ഉള്ളിലായിട്ടായിരിക്കും എന്ത്? മനുഷ്യൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അടുത്ത ഭാഗം നോക്കൂ, കല്ലറകൾ. ഇത് മറ്റു 3 അപേക്ഷിച്ച് വളരെ ലളിതമായിട്ടാണ്, സാധാരണ ഒരു കല്ലറ പോലെ കാണപ്പെടുന്നു. ഇതിൻ്റെ ഉൾഭാഗത്തായിട്ടാണ് എന്ത്? മൃതദേഹം അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം നമ്മൾ 4 മഹാശിലാ സ്മാരകങ്ങൾ പഠിച്ചു. അടുത്തത് നോക്കൂ, മുനിയറ. ചെത്തിയെടുത്ത കവാടം കാണപ്പെടുന്നു. പാറകൾ തുരന്ന് അതിൻ്റെ ഉള്ളിലായിട്ടാണ് എന്ത്? മനുഷ്യൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. അതാണ് മുനിയറ എന്ന് പറയുന്നത്. അടുത്തത് തൊപ്പിക്കല്ല്. കല്ല് നിലത്ത് പതിഞ്ഞിരുന്നാലുള്ള തൊപ്പിക്കല്ല്. അതായത് നിങ്ങൾക്ക് നോക്കൂ, ഇതെന്ന് തന്നെ മനസ്സിലാക്കാം, ഒരു വലിയ കല്ല് എന്താണ്? കുട പോലെ, ഒരു കുട ആകൃതിയിലുള്ള ഒരു കല്ല് നിലത്ത് പതിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ടായിരിക്കും എന്ത്? മനുഷ്യൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ തൊപ്പിക്കല്ല് പോലുള്ള സ്മാരകങ്ങൾ നിർമ്മിക്കുന്നു. ഇത് ഹാഡ് സ്റ്റോൺ എന്നും അറിയപ്പെടുന്നു. അടുത്തതാണ് കുടക്കല്ല്. ഇത് കണ്ടാൽ തന്നെ അറിയാം, ഇതിൻ്റെ താഴ്ഭാഗത്ത് ഒരു ശില
സ്ഥാപിച്ച് അതിൻ്റെ മുകളിൽ കുട ആകൃതിയിലുള്ള മറ്റൊരു ശില സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് അടിഭാഗത്തായിട്ടാണ് നമ്മുടെ ഭൗതികാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുന്നത്. മൃതദേഹാവശിഷ്ടങ്ങൾ മറവ് ചെയ്ത് കല്ലുകൊണ്ടുള്ള കാലുകൾ നാട്ടി അവയ്ക്കുമീതെ വൃത്താകാരത്തിലുള്ള ഒരു കൂമ്പാരക്കല്ല് പ്രതിഷ്ഠിക്കുന്നതിനെ കുടക്കല്ല് എന്ന് വിളിക്കുന്നു. അടുത്തത് കൽത്തൊട്ടി. കൽത്തൊട്ടി എന്ന് പറഞ്ഞത് കുഴച്ച മണ്ണ് ചുട്ടെടുത്ത് കാലുകളുള്ള ഒരു പെട്ടിയായിട്ടാണ് കൽത്തൊട്ടി നിർമ്മിച്ചിട്ടുള്ളത്. ഒരു പെട്ടിയുടെ ആകൃതിയിൽ, നിങ്ങൾക്ക് അതിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, 4 കാലുകളുള്ള ഒരു പെട്ടി ആകൃതിയിൽ നിർമ്മിച്ചിട്ട് അതിൻ്റെ ഉൾഭാഗത്ത് അല്ലെങ്കിൽ മധ്യഭാഗത്തായിട്ടൊരു ദ്വാരം കാണാം. ആ ഒരു ഇതിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ ഭൗതികാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുന്നത്. ഇതാണ് കൽത്തൊട്ടി. അടുത്തത് നാട്ടുകല്ല്. നാട്ടുകല്ല് എന്ന് പറയുന്നത് നോക്കൂ, നന്നങ്ങാടികൾക്ക് മുകളിലായിട്ട് 6 അടിയോളം കുത്തനെ കല്ലുകൾ സ്ഥാപിക്കുന്നു. അടിഭാഗം പരന്നതും മുകളിലേക്ക് കൂർത്തതുമായിരിക്കും. ഇങ്ങനെയാണ് ഇവ കാണപ്പെടുന്നത്. ഒരു നന്നങ്ങാടി സ്ഥാപിച്ച് അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു കുത്തനെയുള്ള ഒരു അടിഭാഗം പരന്നതുമായിട്ടുള്ള ഒരു കല്ല് സ്ഥാപിക്കുന്നു. ഇതിന് പ്രത്യേകിച്ച് ആകൃതി ഒന്നുമില്ല, മുകൾ ഭാഗം കൂർത്തിരിക്കുന്നു. ഇതാണ് നാട്ടുകല്ല് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പ്രധാനമായിട്ട് എത്ര തരത്തിലുള്ള നന്നങ്ങാടികളാണ് നമ്മൾ ആദ്യം പഠിച്ചത്. എത്ര തരത്തിലുള്ള മഹാശിലാ സ്മാരകങ്ങൾ പഠിച്ചു. ആദ്യത്തേത് നന്നങ്ങാടി, പിന്നെ കൽവളയം, കന്മേശ, കല്ലറകൾ, മുനിയറ, തൊപ്പിക്കല്ല്, കുടക്കല്ല്, കൽത്തൊട്ടി, അവസാനമായിട്ട് നാട്ടുകല്ല്. ഇത്തരത്തിലുള്ള നമ്മൾ മഹാശിലാസ്മാരകങ്ങളാണ് ഇന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു PDF നിന്ന് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് നോട്ട് ചെയ്തിട്ട് പഠിക്കുക. വളരെ ചുരുക്കിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗങ്ങൾ നല്ല ഭംഗിയായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളും നമ്മൾ വളരെ ആഴത്തിലേക്കൊന്നും പോകണ്ട. ഇതെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് വളരെ ഉപകാരപ്രദമായിട്ട് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. കൂടുതൽ ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.